വൈകിട്ടായപ്പോഴത്തേക്ക് പറ വീട്ടിലെത്തുന്നതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. എല്ലാവരോടും ചേർന്ന് ഇപ്പം നമ്മുടെ മലറിനകത്ത് നിന്ന് നെല്ല് പറക്കി കളയുക. ഞാനും കുറച്ച് നേരം ഹെൽപ്പൊക്കെ ചെയ്ത് നിഷയുടെ പടയെ വേഗം പോയി കുളിച്ചിട്ട് വന്ന് ഇതാണ് ഇന്നത്തെ ഒരു സിമ്പിൾ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാനും ഇപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. പ്രതീക്ഷക്കാട്ട് ഒരുപാട് താമസിച്ച് പറയിങ്ങെത്താൻ. അപ്പോഴത്തേക്ക് അജിം വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മളുടെ ഫ്രണ്ടിൽ വിളക്ക് വെക്കുക, അങ്ങനത്തെ ഇലയിടുക, അങ്ങനത്തെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യുവാണ്. അച്ഛനും അപ്പന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ അപ്പോഴത്തേക്ക് വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ അതേണ്ട വിളക്കൊക്കെ നമ്മുടെ തറയിൽ തളിച്ച തറയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് പറയുന്നിടത്ത് എന്താണെന്നറിയാത്ത ആരെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ദേവി വരികയാണ്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു ആഘോഷം പോലെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ പ്രതീക്ഷയെക്കാട്ട് ഒരുപാട് താമസിച്ചു പോയി എത്താൻ. ലൈറ്റൊക്കെ മാറി നല്ല ഡിമ്മായി തുടങ്ങി. ഞങ്ങൾ അപ്പോഴത്തേക്ക് ചിരാതൊക്കെ കത്തിച്ചു തുടങ്ങിയായിരുന്നു. നെക്സ്റ്റ് വട്ടം കുറച്ചും കൂടെ ലൈറ്റൊക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെ നമ്മളുടെ പറയെഴുന്നള്ളത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാ അറേഞ്ച്മെൻറ്റും കഴിഞ്ഞിട്ട് ചിരാതെല്ലാം കൊളുത്തി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ വീടിനടുത്തുള്ള കുമരഞ്ചേരി അമ്പലത്തിൽ നിന്നാട്ടോ പറയെഴുന്നള്ളത്ത് വരുന്നത്. ഇന്ന് അമ്പൊലിയാണ് വീട്ടിലിടുന്നത്. അമ്പൊലി എന്ന് പറയുമ്പോൾ 5 പ്രത്യേക സാധനങ്ങൾ നമ്മളിന്ന് ദേവിക്ക് സമർപ്പിക്കും. പിള്ളേരുടെ വക ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മൾ ദേവീനെ അങ്ങോട്ട് സ്വീകരിച്ചു. ആദ്യമേ താലപ്പൊലിയോട് കൂടിയാണ് വീട്ടിലോട്ട് കയറുന്നത്. അങ്ങനെ എഴുന്നള്ളത്ത് വീട്ടിലോട്ട് എത്തി. ഇനി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 5 പറ നിരത്തി വെച്ചിട്ട് വ്യത്യസ്തമായ സാധനങ്ങൾ ഞങ്ങൾ പഴം, അവല്, മലര്, നെല്ല്, ശർക്കര അതൊക്കെയാണ് വെച്ചത്. അപ്പോൾ നമ്മൾ വീട്ടുകാർ അത് ചേർന്ന് പറയുന്നിടത്ത് ദേവിക്ക് സമർപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ ചടങ്ങ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വന്നവർക്കൊക്കെ വെള്ളവും ചായയും സ്നാക്സും ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്ത് അതിനുശേഷം ചെറിയൊരു പൂജയുണ്ടായിരുന്നു ഈ ഒരു പറയിടിയിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് മറ്റ് റിലേറ്റീവ്സൊക്കെ നോർമൽ നെൽപ്പറയും സമർപ്പിക്കുന്നുണ്ടായിരുന്നു. പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും കുടിക്കാനും കഴിക്കാനും ഒക്കെ കൊടുത്ത് അവർ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. ഇത് രാജേഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ, രാഹുൽ. അപ്പം അവനും ഉണ്ടായിരുന്നു. അങ്ങനെ പറയെഴുന്നള്ളത്തെല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തിരുമേനി ഇന്നത്തെ പ്രസാദമൊക്കെ കയ്യിൽ തന്ന് നമ്മളിന്ന് സമർപ്പിച്ച അമ്പൊലിയൊക്കെ ദേവി സ്വീകരിച്ച ശേഷം അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇനി അടുത്തടുത്തോട്ട് പോവുകയാണ്.